ഇപ്പോൾ കോഴിക്കോട് നോർത്ത് 13 സീറ്റും ഞങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ 12 സീറ്റും തൂക്കിയെടുത്തു. കോഴിക്കോട് ജില്ലയിൽ വലിയ വിജയമാണ് UDF ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ആ ഗ്രാഫ് ഉയർത്തി 12 സീറ്റിലേക്കാണ് UDF നില മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വെള്ളിമാടുകുന്നിലാണ് നമ്മളുള്ളത്. വിജയം പ്രഖ്യാപിച്ച് രാത്രി തന്നെ മുഴുവൻ കോഴിക്കോട് നിന്ന് ജയിച്ച മുഴുവൻ MLA-മാരുടെയും ചിത്രങ്ങളടങ്ങിയ വലിയ ബോർഡാണ് ഇവിടെ മുസ്ലിം ലീഗ് സ്ഥാപിച്ചിരിക്കുന്നത്. മുഴുവൻ നിയുക്ത MLA-മാരുടെ മുഴുവൻ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ബോർഡ് സ്ഥാപിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ അവരുടെ ആവേശവും അതുപോലെ തന്നെ ആദരവും കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ബോർഡൊക്കെ സ്ഥാപിക്കാനുള്ളൊരു സാഹചര്യം? ഞങ്ങൾ ആദ്യം ഉറപ്പിച്ചതാണ്. കാരണം നമ്മൾ പ്രതിപക്ഷ നേതാവും നമ്മുടെ കോഴിക്കോട് ജില്ലാ DCC പ്രസിഡന്റും നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ UDF-ൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് നോർത്ത് 13 സീറ്റും ഞങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ 12 സീറ്റും തൂക്കിയെടുത്ത് നിർഭാഗ്യവശാൽ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോയി. അതിൽ നമ്മൾ ചെറിയ നിരാശയുണ്ടെങ്കിലും ഇപ്പോൾ 102 സീറ്റോളം നമ്മളെ കേരളം ഇങ്ങോട്ട് ഭരിക്കാനും ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് അത് UDF-ൻ്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾ അതിയായ സന്തോഷവും ആഹ്ലാദത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇത്രയും സീറ്റുകൾ കോഴിക്കോട് ജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ആദ്യമേ പ്രതീക്ഷിച്ചാണല്ലോ, നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞതാണല്ലോ. ഈ ഒരു ദുർഭരണത്തിനെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനവികാരമാണ് നമ്മളൊക്കെ ഇവിടെ കണ്ടത്. പ്രകടനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായോ? എല്ലാവിധ പ്രകടനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രകമ്പനമാണ് നമ്മളിന്ന് ഇവിടെ ഈ ബോർഡിൻ്റെ നമ്മൾ ഇന്നലെ തന്നെ ബോർഡ് ഇവിടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുൻകൈ എടുത്ത ആൾക്കാരാണ് നാസർ മറ്റുള്ള ഇവിടെയുള്ള ടീം, നമ്മുടെ UDF-ൻ്റെ പ്രവർത്തകർ മൊത്തം എല്ലാവരും ഇതിനു വേണ്ടി മുൻകൈ എടുത്തതാണ്. അത് ഇന്ന് ഇവിടെ അടിച്ച് ആഹ്ലാദം അറിയിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. എപ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്? ഇതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഞങ്ങൾ ഇതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ UDF-ൻ്റെ പ്രവർത്തകരെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാതെ അത്രയ്ക്ക് രീതിയിൽ നമ്മളെ വടകര കുറ്റ്യാടി ഭാഗങ്ങളിലൊക്കെ പരസ്യങ്ങൾ നശിപ്പിക്കുക, എഴുതി വെച്ച ബോർഡ് മതിലിൻ്റെ മുകളിൽ ടാറടിക്കുക, മതിൽ വരെ പൊളിച്ച് കളഞ്ഞ സ്ഥലങ്ങളുണ്ട്. അത്രയ്ക്ക് പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഉള്ളതുകൊണ്ട് ജയിച്ചു വരും എന്നുള്ള ഒരു അഹങ്കാരം അതായിരുന്നു LDF-ന് ഇതുവരെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങൾ മാറ്റിമറിച്ചു. ജനങ്ങൾ ഉത്ബുദ്ധരാണ്. ഇനി അതൊന്നും ഈ കേരള മണ്ണിൽ നടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക കൂടിയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം താഴ്ത്തപ്പെടും. സംസ്ഥാന തലത്തിൽ തന്നെ ടീം UDF എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ടീം UDF ആയിക്കൊണ്ടാണ് ഇത്രയും വലിയ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. KC ജിജീഷിനൊപ്പം KT വിബീഷ്, മീഡിയ 1 കോഴിക്കോട്.